അതെ, നമ്മൾ ഇന്നുണ്ടല്ലോ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നോക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള വഴന്ന് ഉടഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാകും. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയും വേണ്ട കേട്ടോ. സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വളരെ സിമ്പിളായിട്ടുള്ള മസാലക്കൂട്ടുകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. മസാലയുടെ പച്ചമണക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം, 1 2 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളതൊന്ന് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ചിക്കി പിടിച്ചെടുക്കില്ലേ, അതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മൊത്തത്തിലൊന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ മിനുസുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു മിനുസപ്പൊടി. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് ഈ ഒരു പാകത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതാ കയ്യിൽ ഉരുളകളാക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മസാലയും കൂടെ നിറച്ചിട്ട് നമുക്കിതാ ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ബോൾസും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമ്മളിതിലേക്ക് 8 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് 8 എണ്ണ ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വാഴയിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് എടുത്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അത്രയും ടൈം വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ആവിയൊക്കെ പോയി തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കഴിക്കാനെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരുന്ന ടൈമിലായി കഴിഞ്ഞാലും വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട നിറച്ചെടുത്തിട്ടുള്ള അടയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായിക്കഴിഞ്ഞാലും ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്